സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡിൽ കാണിക്കുന്നത് രാധികയുടെ മൊഴി വിശ്വാസത്തിലെടുത്ത് കോടതി പ്രിയങ്കയെ ജാമ്യത്തിൽ വിടുവാണ് കേട്ടോ. ഈ സമയം ജഡ്ജി വിധി പറയുന്നത് കേട്ട് നിൽക്കാൻ പോലും മനസ്സില്ലാതെ വരുൺ ദേഷ്യത്തിലും സങ്കടത്തിലും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. ഇത് രാധികം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വരുണിൻ്റെ വിഷമം രാധികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേസമയം ജഡ്ജിയാണെങ്കിൽ രാധികയുടെ മൊഴി പരിഗണിച്ചുകൊണ്ട് പ്രിയങ്കയെ കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ടതായും ബാക്കി രണ്ടുപേർക്ക് ഇതിലുള്ള പങ്ക് വ്യക്തമായതിനെ തുടർന്ന് അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും മറ്റുമായി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടയക്കുകയും പ്രിയങ്കയെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്യുന്നു എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും പ്രിയങ്കക്കും മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാകുവാണ്, രാധികക്കും ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നു രാധിക. അവിടെ മുറ്റത്ത് കാത്തു നിൽക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഫിദ മാം, പ്രിയങ്കയെ കുറ്റക്കാരിയല്ലെന്ന് കോടതി തെളിഞ്ഞു. അവളെ കോടതി വെറുതെ വിട്ടു. ഒത്തിരി നന്ദിയുണ്ട്. മാഡം ഏർപ്പാടാക്കിയ വക്കീൽ വളരെ നന്നായിട്ട് തന്നെ വാദിച്ചത്. അതുകൊണ്ടാണ് പ്രിയങ്കയ്ക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടിയത്. അന്നേരം ശ്യാമ രാധിക ചേർത്ത് പിടിച്ചിട്ട് പറയണേ, മോൾ ആഗ്രഹിച്ചതല്ലേ ഈ കാര്യം. മോളുടെ ഏതാഗ്രഹവും ഈ അമ്മ നടത്തി തരും. പക്ഷേ മോള് സൂക്ഷിക്കണം. മോളെ കൊല്ലാൻ നോക്കി അനിയത്തിയ കൂടെയുള്ളത്. ആ ഒരു ചിന്ത എപ്പോഴും മോളുടെ മനസ്സിലുണ്ടാവണം. ഈ സമയം അവിടെ പ്രിയങ്കയ്ക്കെതിരെ വാദിച്ച വക്കീലും ആ എസ് ഐയും കൂടി സംസാരിച്ച് നിൽക്കുവാണ്. എസ് ഐ പറയണേ, കണ്ടില്ലേ ആ പ്രിയങ്കയെ രക്ഷിക്കാൻ അവസാനം രാധിക തന്നെ വന്ന് മൊഴി കൊടുത്തത്. നമ്മൾ ഓരോ കേസ് തെളിയിക്കാൻ എത്ര കഷ്ടപ്പെടുന്നു, പ്രതികളെ കഷ്ടപ്പെട്ട് പിടികൂടുന്നു. എന്നാൽ അവരൊക്കെ ഇതുപോലെ ഒരു കൂസലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജാമ്യത്തിലിറങ്ങി പോകുമല്ലേ. എല്ലാവർക്കും നീതി നടപ്പാക്കേ വേണം, എന്നാൽ വേണ്ടപ്പെട്ടവർ അകത്താകാനും പാടില്ല. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ പ്രിയങ്ക അതുവഴി പോകുന്നത്. അങ്ങനെ സ്റ്റേ കണ്ട പ്രിയങ്ക ദേഷ്യത്തോടെ അയാളെ നോക്കുവാണ്. അതിനുശേഷം അവിടെയെല്ലാം രാധികയെ തിരഞ്ഞ് അവിടെ മുറ്റത്ത് നിൽക്കുന്ന രാധികയെ കാണുമ്പോൾ ചേച്ചിന്ന് വിളിച്ച് ഓടിച്ചെന്ന് രാധികയെ കെട്ടിപ്പിടിക്കുക. ചേച്ചി, അവസാനം എന്നെ രക്ഷിക്കാൻ എൻ്റെ ചേച്ചി തന്നെ വന്നുവല്ലേ. ഞാനൊരു തെറ്റും ചെയ്തില്ലെന്ന് ചേച്ചിക്ക് ബോധ്യം ഉണ്ടായല്ലോ. ചേച്ചിക്ക് അവിശ്വാസമുള്ള കാരണമല്ലേ എന്നെ രക്ഷിക്കാനായിട്ട് വന്നത്. എനിക്കത് മതി. അന്നേരം അത് കേൾക്കുന്ന ശ്യാമ പറയണേ, പ്രിയങ്ക തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രിയങ്ക സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കും. സത്യം എന്താണെന്ന് പ്രിയങ്കക്ക് മാത്രമല്ലേ അറിയൂ. ഈ സമയം രാധിക പറയണേ, മോളെ പ്രിയങ്ക നിന്നെ രക്ഷിക്കാനായിട്ട് വക്കീലിനെ ഏർപ്പാട് ചെയ്തതൊക്കെ ഫിദ മാഡോ. ഞാൻ ഫിദ മാഡത്തോട് പറഞ്ഞിരുന്നു നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. അതേക്കുന്നതും പ്രിയങ്ക ഫിദ മാമിനോട് നന്ദിയൊക്കെ പറയുവാണ്. അന്നേരം ശ്യാമ പറയണേ, പ്രിയങ്ക എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. രാധിക എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ്. രാധികയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. രാധിക എന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണമെന്ന് തോന്നി. ഇതിൽ നിന്നും പ്രിയങ്ക മനസ്സിലാക്കേണ്ടത് രാധികയുടെ വലിയ മനസ്സാണ്. തെറ്റ് ചെയ്തവരെ പോലും ചേർത്ത് നിർത്താനുള്ള രാധികയുടെ മനസ്സിൻ്റെ വലിപ്പം അതിനിയെങ്കിലും പ്രിയങ്ക കാണാതെ പോകരുത്. ഈ സമയം മുത്തശ്ശിയും പ്രിയങ്കയുടെ അരികിലേക്ക് വരിക. മോളെ, അവസാനം എൻ്റെ കുട്ടി പുറത്തു വന്നുവല്ലേ. സത്യം വിജയിച്ചു അല്ലേ മോളെ എന്നും പറഞ്ഞ് പ്രിയങ്കയെ ചേർത്ത് പിടിക്കുകയാണ്. അത് കേൾക്കുന്നതും ശ്യാമ പറയണേ, സത്യം വിജയിച്ചു എന്നല്ല പറയേണ്ടത്, രാധികയോട് വിജയിച്ചത്. ഇവൾക്ക് പ്രിയങ്കയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം പ്രിയങ്ക ഇപ്പോൾ പുറത്തു വന്നത്. ഇനിയെങ്കിലും നിങ്ങളെ പ്രിയങ്കയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്ക്. പ്രിയങ്ക, ഇനിയെങ്കിലും നീ രാധികയുടെ സ്നേഹം മനസ്സിലാക്ക്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവൾ നിന്നെ സ്നേഹിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ഇവൾ എനിക്കെൻ്റെ സ്വന്തം മോള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുക, ഇനി എൻ്റെ മോളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ, എന്തെങ്കിലും ഒരു ദ്രോഹം ഇവളോട് ചെയ്യാൻ ശ്രമിച്ചാലോ, അത് ഞാൻ വെറുതെ വിട്ടെന്ന് വരില്ല. അക്കാര്യം മുത്തശ്ശി ഒന്ന് ഓർമ്മ വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ വാ മോളെ, നമുക്ക് ആറ്റുവാശ്ശേരിയിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ രാധികയും കൂട്ടി അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം മുത്തശ്ശിയും പ്രിയങ്കയും കൂട്ടി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ ദേവനും യശോദയൊക്കെ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ദേഷ്യത്തിലിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും രാധിക വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ രാധിക അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകുക. അച്ഛ, അമ്മേ, കോടതിയിൽ പ്രിയങ്ക നിരപരാധിയാണെന്ന് തെളിഞ്ഞു, അവൾക്ക് ജാമ്യം കിട്ടി. അന്നേരം യശോദ പറഞ്ഞേ, കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോളെ, എന്തിനാ നീ അവളെ രക്ഷിക്കാൻ പോയത്. അന്നേരം ദേവനും പറഞ്ഞേ, അതേ മോളെ, ഞാൻ പറഞ്ഞതല്ലേ അവൾ തെറ്റ് ചെയ്തതാ, അവൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. എന്നിട്ടും നീ എന്തിനാ അവൾക്ക് വേണ്ടി മൊഴി കൊടുക്കാനായിട്ട് അവിടെ പോയത്. അച്ഛ, അവളോട് തെറ്റ് ചെയ്താലും നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. അവൾ ജയിലിൽ കിടക്കുന്ന ഓരോ ദിവസം അച്ഛനും അമ്മയും നീറിയല്ലേ ജീവിച്ചത്. അച്ഛനും അമ്മക്കും സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ. വഴിയിൽ അനാഥയായി കിടക്കേണ്ട എനിക്കൊരു ജീവിതം തന്നതും എന്നെ വളർത്തി വലുതാക്കിയതൊക്കെ നിങ്ങളാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം പോലും തരാൻ ഞാൻ തയ്യാറാണ്. അച്ഛനും അമ്മയും എന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം, അതാണ് എനിക്ക് കാണേണ്ടത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാകും അച്ഛാ. രാധികയുടെ വാക്കുകളൊക്കെ കേട്ട് സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ ദേവനും യശോദയും. ഈ സമയം ഓട്ടോറിക്ഷയിൽ മുത്തശ്ശിയും പ്രിയങ്കയും അവിടെ എത്തുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ, അതെ രാധിക എല്ലാ കാര്യങ്ങളും ദേവനെ യശോദനെ അറിയിച്ചിട്ടുണ്ടാവും. ദേവൻ നിന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കും. നീ അവരുടെ മുമ്പിൽ എത്ര സങ്കടം അനുഭവിക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. നീ വാ.
അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും അകത്തേക്ക് കയറുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്ക വേഗം തന്നെ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുക. അച്ഛ, എന്നെ കോടതി വെറുതെ വിട്ടു. അവർക്ക് എല്ലാ സത്യങ്ങളും ബോധ്യമായി. ഞാൻ തെറ്റുകാരിയല്ലെന്ന് കോടതിക്ക് ബോധ്യമായി അച്ഛ. അമ്മേ, എനിക്കൊന്നും കേൾക്കണ്ട, അങ്ങോട്ട് മാറി നിൽക്കും. അച്ഛ, കോടതിയിൽ പോലും ഞാൻ തെറ്റുകാരിയല്ലെന്ന് തെളിഞ്ഞില്ലേ? എന്നിട്ടും അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? അച്ഛനിപ്പോഴും എന്നെ വെറുപ്പാണോ? ഈ സമയം ദേവൻ പ്രിയങ്കയുടെ കൈ പിടിച്ച് നേരെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക. ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് നീ സത്യം പറ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറ. അന്നേരം പ്രിയങ്ക പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. പറ പ്രിയങ്ക എന്ന് രാധികൻ പറയുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് പറയണേ, അതെല്ലാം ചെയ്തത് ഞാനാ. പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിലോട്ട് കൂടി നിൽക്കുവാണ് മുത്തശ്ശിയും രാധികയൊക്കെ. അന്നേരം ദേവൻ പറയണേ, അതെനിക്കറിയായിരുന്നു. എന്തിനു വേണ്ടിയാണ് നീ പാവം കുട്ടിയെ കൊല്ലാനായിട്ട് നോക്കിയത്? അത് പിന്നെ ചേച്ചിക്ക് എനിക്ക് പകരം ചേച്ചിയെ സിനിമയിലെടുത്തില്ലേ, അതെനിക്ക് സഹിക്കാനായില്ല. എനിക്കത് തീരെ ഇഷ്ടമില്ല. ഞാൻ ചേച്ചിയോട് കാല് പഠിച്ച് പറഞ്ഞതാ അഭിനയിക്കരുതെന്ന്. പക്ഷെ ചേച്ചി അത് കേട്ടില്ല. എന്നേക്കാൾ കൂടുതൽ പരിഗണന ചേച്ചിക്ക് കിട്ടുന്നുണ്ടപ്പോൾ എനിക്ക് വൈരാഗ്യം തോന്നി. അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ. അന്നേരം ദൈവം പറഞ്ഞേ, മതി, നിർത്ത്, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഈ സമയം യശോദ പ്രിയങ്കയെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക. എടി, നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് പ്രിയങ്കയെ തള്ളിയിറക്കാൻ ശ്രമിക്കുവാണ്. അന്നേരം മുത്തശ്ശീൻ്റെ രാധികയ്ക്ക് യശോദയെ തടയുന്നുണ്ട്. അമ്മേ, എന്താ ഇതൊക്കെ? അവൾക്ക് അവളുടെ തെറ്റ് ബോധ്യപ്പെട്ടില്ലേ? അവളൊന്നും ചെയ്യല്ലേ അമ്മേ? ഈ സമയം മുത്തശ്ശിയും യശോദയോട് പറയണേ, അതെ, അവൾ ഇനി ഇങ്ങനത്തെ തെറ്റൊന്നും ആവർത്തിക്കില്ല. നീ അവളോടൊന്ന് ക്ഷമിക്ക്. അതേക്കുന്നതും ദേവം പറയണേ, അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇവളെപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട്? അമ്മയുടെ പ്രശ്നം എന്തായിരുന്നു? ഞാൻ പ്രിയങ്കയെക്കാളും കൂടുതൽ രാധികയെ സ്നേഹിക്കുന്നു. അതായിരുന്നില്ലേ അമ്മയുടെ പ്രശ്നം? ഇപ്പം ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണേ, ദേ, ഈ രാധിക മോളുണ്ടല്ലോ, ഇവളെ തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം മോളായ പ്രിയങ്കയെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദേവാനാരായണ തിരുമേനിക്ക് അന്തസ്സുള്ള ഒരേ ഒരു മോളേ ഉള്ളൂ, അത് ഈ രാധിക തന്നെയാണ്. ജീവിതാവസാനം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ഈ സമയം യശോദയും പറയണേ, ഇവളെ പ്രസവിച്ച അമ്മ ഒരു ഭാഗ്യവതിയാ. ആ അമ്മ പ്രസവിച്ച ഇവളെ വളർത്താനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. എൻ്റെ വയറ്റിൽ ജനിച്ച ഇവളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ രാധിക മോളെ തന്നെയാണ്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ്ട് രാധിക. ഈ സമയം രാധിക പറയണേ, അമ്മേ, അച്ഛ, കുട്ടിക്കാലം മുതലേ പ്രിയങ്ക ഇതുപോലെ കുറേ കുസൃതികൾ കാണിക്കില്ലേ? ഗ്ലാസ് പൊട്ടിച്ചിട്ട് അത് ഞാനാ പൊട്ടിച്ചെന്ന് പറയാറില്ലേ? അതുപോലെ പഠിക്കുന്ന ബുക്ക് കീറിയിട്ട് അതും എൻ്റെ മേലിൽ ചാർത്താറില്ലേ? അതൊക്കെ ക്ഷമിച്ചിട്ടില്ലേ ഇവൾക്ക് വേണ്ടി? അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ രണ്ടാളും ക്ഷമിക്കണം. ഇവളൊരിക്കലും മാറില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവളിപ്പോൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറ്റബോധം ഇവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നല്ലൊരു മകളായിട്ട് പ്രിയങ്ക മാറും. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പ്രിയങ്കക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ താൻ കൊല്ലാൻ നോക്കിയ രാധിക മാത്രമേ ഉള്ളല്ലോ എന്നോർത്ത് പ്രിയങ്കക്ക് വല്ലാതെ സങ്കടം തോന്നുവാണ് കേട്ടോ. ഈ സമയം ദേവനും യശോദയും ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുവാണ്. അന്നേരം രാധിക പ്രിയങ്കയെ സമാധാനിപ്പിക്കുക. നീ വിഷമിക്കാതിരിക്കും. അച്ഛനും അമ്മയും നിന്നെ പഴയതുപോലെ സ്നേഹിക്കും. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. അല്ലെങ്കിലും എത്ര നാളാ അവർക്ക് നിന്നോട് ദേഷ്യം കാണിക്കാൻ പറ്റുന്നത്? നീ സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് രാധികയും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി പൂജാമുറി കയറി കണ്ണുകളടിച്ച് ഭഗവാന് മുന്നിൽ കീർത്തനം ആലപിക്കുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും പൂജാമുറിയിലെ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് രാധികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ് കേട്ടോ. ചെയ്ത തെറ്റിനെല്ലാം രാധികയുടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ദേവനും യശോദയും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. പ്രിയങ്കയുടെ മാറ്റം കണ്ട് അവർക്കും സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം വീടാണ്. അവിടെ ഹോളിലിരിക്കുമായിരിക്കും പത്മിനിയും പരമേശ്വരനും മുത്തശ്ശിയൊക്കെ. ഈ സമയം വരുൺ അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയണേ, അതെ, പ്രിയങ്ക മിക്കവാറും ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അവളുടെ കാര്യത്തിൽ എന്താ അച്ഛൻ്റെ തീരുമാനം? അവൾ വീണ്ടും ഇവിടെ കേട്ട് താമസിക്കാനാണോ? എന്നാലേ അതിന് ഞാൻ സമ്മതിക്കില്ല. ഇതുപോലൊരു ക്രിമിനൽ മൈൻഡുള്ള പെണ്ണിനെ ഇനിയും എൻ്റെ ഭാര്യയായിട്ടും കൂടെ താമസിക്കാൻ എന്നെ കൊണ്ടാവില്ല. വരുണിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയൊക്കെ. പിന്നീട് കൽപ്പനയും ഉർവശിയും കൂടി സംസാരിക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അന്നേരം ഉർവശി പറയണേ, എന്താണെങ്കിലും പ്രിയങ്കയുടെ കാര്യത്തിൽ വരുണൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവൾ എന്താണെങ്കിലും വരണി പടിയേറ്റാൻ പോകുന്നില്ല. മിക്കവാറും ഇന്നത്തോടെ പ്രിയങ്കയും രാധികയും കൊണ്ടുള്ള ശല്യം നമുക്ക് തീർന്നു കിട്ടും. രണ്ടും ഒറ്റയടിക്ക് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താകും. അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അവരെയൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.